ദിവസങ്ങളായിട്ട് ഡെയിലി ഫാസ്റ്റ് ട്രാക്ക് തന്നെ കയറണം എന്താണെന്ന് ചോദിച്ചാൽ 21-ാം തീയതി നടക്കാൻ പോകുന്ന മെഗാ ഇവന്റ് വിജയിപ്പിക്കുക എന്നുള്ളത് എംപവറിനപ്പുറത്ത് നമ്മുടെ ഓരോ വ്യക്തികളും എംപവറിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാമാണ്. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടും Coin4G എന്ന് പറയുന്ന പ്രൊജക്ട് ഏറ്റെടുത്ത് ക്രിപ്റ്റോ വലിയൊരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് ആ മേഖലയുടെ ട്രസ്റ്റും എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ട്രസ്റ്റും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ വരുമാനം കിട്ടിയിട്ടുള്ള ഒരുപാട് പുതിയ വ്യക്തികളെ പരിചയപ്പെടാനും നമ്മൾ പോസ്റ്റിൽ കാണുന്ന കുറെ ആളുകൾ റിയലാണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു മെഗാ ഇവന്റ് ആണ് വരാൻ പോകുന്നത്. ആ പ്രോഗ്രാമിലേക്കുള്ള ടിക്കറ്റ് സെയിലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഓരോ ടീമും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പ്രോഗ്രാമിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. 100% ഞാൻ മനസ്സിലാക്കുന്നത് 1500 രൂപയുടെ പാസ് കൊടുത്ത് നിങ്ങൾ അതിലേക്ക് എൻട്രി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1500-ന് പകരം 1500 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ട്രസ്റ്റോട് കൂടെ നിങ്ങൾക്ക് അവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, അവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഓരോ ടീമിന്റെയും അച്ചീവ്മെന്റുകളും അവർക്ക് കിട്ടുന്ന ആ അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾ മുതലാക്കി എടുക്കാൻ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. ഇന്ന് Coin4G എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസിലാണ് ആളുകളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ഇറങ്ങുന്നത് പോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. എംപവർ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം കാണുന്നത് വരെ അതിന്റെ കൂടെ നിന്നുകൊണ്ട് അതിനെ വിശ്വസിച്ച് കൂടെ നിന്ന ആളുകൾക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോ റേസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പുതിയ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു പുതിയ റാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് അതോറിറ്റികൾ കൺട്രോൾ ചെയ്യാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഓണർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് മറ്റുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബാർഗിൻ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ആ പ്രോഗ്രാം വെച്ച് തരണം, ഈ പ്രോഗ്രാം വെച്ച് തരണം എന്ന് വിളിച്ചു പറയാനോ നമുക്ക് ആളുകളില്ല. ഇതിന്റെയൊക്കെ ഓണർഷിപ്പും കാര്യങ്ങളും ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് ഓരോ വ്യക്തികളും അവരുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ തന്നെ എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടാറ്. അതാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ആ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ മെഗാ പ്രോഗ്രാമുകൾ പോലും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നഷ്ടങ്ങൾ ഉണ്ടായാലും എന്ത് വന്നു കഴിഞ്ഞാലും ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് അടക്കമുള്ള ഓരോ ആളുകളും ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രോഗ്രാമുകളെ വിജയിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ ചെറിയ പ്രോഗ്രാമുകൾ നടത്തിയാലും എത്രത്തോളം എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് എന്ന് ഓരോ സബ് ടീമുകൾക്കും അറിയാം. കാരണം അവരൊക്കെ ചെറുതായിട്ട് വർക്ക്ഷോപ്പുകളാണെങ്കിലും ചെറിയ രീതിയിലേക്ക് BOP-കളാണെങ്കിലും മറ്റുള്ള രീതിയിലേക്കുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഓരോരുത്തർക്കും ആ ചെറിയ പ്രോഗ്രാം നടത്തിയാൽ പോലും എത്ര രൂപ കയ്യിൽ നിന്നും നഷ്ടം വന്നിട്ടും ചെയ്തിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ഏർണിങ്സുകൾ എടുക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രത്തോളം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടും നമ്മൾ എന്തുകൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഓരോ വ്യക്തികളതുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടക്കുന്ന ഓർഗനൈസേഷനെ കുറിച്ച് ചലഞ്ച് ചെയ്ത് പറയാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് അറിയാത്തതിന്റെ പേരിൽ ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരാൻ പറ്റും. കേരള മാർക്കറ്റിൽ ട്രാവലിംഗ് അടക്കം കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തികളെയും അവരുടെ ആ ലൊക്കേഷനിൽ നിന്ന് എടുത്ത് പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുവന്ന് തിരിച്ച് ആ പ്രോഗ്രാം സ്ഥലത്ത് നിന്നും ആ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വം പോലും എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. 1500 ആളുകളുടെ പ്രോഗ്രാം നടത്തണമെന്ന് എംപവർ ഒറ്റക്കെട്ടായി സംസാരിച്ചപ്പോൾ അത് 1700-ലേക്കും 1800-ലേക്കും 2000-ലേക്കും കടക്കുമോ എന്ന്
സംശയിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ കോയിൻ4ജ് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനകത്തുള്ള പാർട്ട്നേഴ്സിന് വേണ്ടി മാത്രം അല്ല ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാം നടത്തുന്നത് കോയിൻ4ജ് ചെയ്യുന്ന എംപവർ അക്കാദമിക് അല്ലെങ്കിൽ എംപവർ ഓർഗനൈസേഷനുള്ളിലുള്ള മുഴുവൻ ആളുകളുടെയും ഫാമിലിക്കും അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ എന്താ പറയാ അറിവിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് പ്രോഗ്രാം നടത്തുന്നത്. അതിനർത്ഥം നിങ്ങൾ എംപവർ കോയിൻ4ജ് ID വെച്ച ആളുകൾ മാത്രമല്ല അവിടെ പങ്കെടുക്കാനുണ്ടാകുക. കോയിൻ4ജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകൾ, നിങ്ങളെ സ്റ്റാറ്റസുകൾ കാണുന്ന ആളുകൾ, നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറുള്ള ആളുകൾ, നിങ്ങളുടെ മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ആളുകൾ, നിങ്ങളെ ഫാമിലിയുടെ സപ്പോർട്ടിന് വേണ്ടി ഫാമിലി എന്ന് പറയുന്ന ആളുകളെ മെമ്പർമാരെ പങ്കെടുപ്പിക്കുക. അങ്ങനെ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ അതിനെ ഉപയോഗിച്ച് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാൻ പറയുന്നു നിങ്ങളെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ പ്രോഗ്രാം മാറിക്കഴിയും. റൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു റാങ്കിങ്ങിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പരമാവധി ആളുകളെ ആ സ്റ്റേജിൽ കയറ്റണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇത്രത്തോളം വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് തന്നെ ഒരു ക്രൈറ്റീരിയ കൂടി അതിനകത്ത് കൊണ്ടുവന്നത്. നമുക്കറിയാം 190, അതായത് 4 കോൺട്രാക്ട് വെച്ചിട്ട് 3 ഡയറക്ടർ റെഫറിൽ കൊണ്ടുവന്ന ആളുകൾക്കാണ് റൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് എത്തുന്നത്. ആ ഒരു റാങ്കിലേക്ക് എത്തിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ ഫാസ്റ്റ് ട്രാക്കിനായിട്ടും ഒരു ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ, പകല് ഫുള്ളാണെങ്കിൽ പകല് ഫുള്ള്, അത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഫാസ്റ്റ് ട്രാക്കിന്റെ മുന്നിലിരുന്ന് ആ റാങ്കിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് വരുമാനങ്ങൾ വാങ്ങിക്കൊടുത്ത് എങ്ങനെയാണ് ഇനി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അതിനകത്ത് വരുന്ന ഓരോ വ്യക്തികളുടെയും ഡൗട്ടുകൾ അടക്കം ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൂടെ വരുന്നവർക്ക് വലിയ വരുമാനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് എംപവർ ഓർഗനൈസേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിലേക്ക് ഇന്ന് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും എത്രത്തോളം അടിത്തട്ടിൽ നമുക്ക് അവർക്ക് വേണ്ടി വർക്ക് എടുക്കാൻ പറ്റിയിരിക്കണം എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. സംഭവം ബിസിനസ്സിലേക്ക് നമുക്ക് ഒരുപാട് ആളുകളെ കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. 1, 2, 3 തവണ നമ്മൾ അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് പിന്നീട് അല്ലെങ്കിൽ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടി പിന്നീട് അവരൊന്ന് ലാഗായി 2 തവണ വിളിച്ച് കിട്ടാതായി കഴിഞ്ഞാൽ 3ാമത്തെ തവണ അവരെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു തീരുമാനമുണ്ട്, എംപവറിന് ഒരു തീരുമാനമുണ്ട്. എംപവർ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനിൽ വന്ന ഒരാൾക്കും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ അവര് വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ കാണാനാണ് എംപവർ ആഗ്രഹിക്കുന്നത്. എംപവർ അക്കാദമിക് അകത്ത് വന്നിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പഠിച്ചിട്ടുണ്ട്, അവർക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ഈ ഞാൻ പറഞ്ഞു വരുന്നത് കോയിൻ4ജ് എന്ന് പറയുന്ന പ്രൊജക്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. റഫറിൽ വെക്കുന്നവർക്ക് കൃത്യമായിട്ട് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. കൂടുതൽ റഫറിൽ വെക്കുന്നവർക്ക് വലിയ രീതിയിലേക്കുള്ള വരുമാനങ്ങളുണ്ട്. അതിനകത്ത് താഴത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് വരുമാനങ്ങളും അതിനനുസരിച്ച് ടോക്കൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വന്നതിന്റെ പേരിൽ കോയിൻ4ജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിലേക്ക് ID അടിച്ച് എന്നതിന്റെ പേരിൽ മാത്രമല്ല എംപവർ ആ ID അടിച്ചിട്ടുള്ളത് എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരിലായതുകൊണ്ട് അവർക്ക് അതിലുപരി ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് കൊണ്ടും പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ഒരുപാട് അതിയായ ആഗ്രഹം ഓൾറെഡി എന്തുണ്ട് എംപവറിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുണ്ട്. മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരു മേഖലയെ കുറിച്ച് എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക. കാരണം അല്ലെങ്കിൽ ടീമിന് മനസ്സിലാക്കി കൊടുക്കുക. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന വലിയൊരു ലോകത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോയിൻ4ജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ടോക്കന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ റിവാർഡ് ടോക്കൻസുകൾ കൂടുതൽ വാങ്ങണം എന്ന് നമ്മൾ പറയുന്നത്.
ഇന്ന് നമുക്കൊരു വാല്യൂ ഇല്ലാത്തൊരു ടോക്കനെ കുറിച്ചാണ് നമ്മൾ കഥ പറയണമെങ്കിൽ നാളങ്ങളിൽ അത് എത്ര വാല്യൂയിലേക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന കുറെ ന്യൂസുകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എന്താണ് ക്രിപ്റ്റോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ തരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ന് റൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ആ ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഇന്നർ വാലറ്റിൽ 855 ടോക്കൺ റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ടാവും. $290 ഓൾറെഡി അവർക്ക് വരുമാനമായിട്ട് ഏകദേശം 28,500 രൂപ അവർക്ക് വരുമാനമായിട്ട് കിട്ടുകയും കൂടാതെ കൂട്ടത്തിൽ 855 ടോക്കൺ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഈ 855 ടോക്കന്റെ വാല്യൂ ആണെങ്കിലും അത് 8,500 ടോക്കൺ ആണെങ്കിലും 85,000 ടോക്കൺ ആണെങ്കിലും അതിന്റെ വാല്യൂ നിർണ്ണയിക്കുക മാർക്കറ്റാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ 1-2 കറൻസിയുടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3/5/2026 BILL ബിൽ എന്ന് പറയുന്ന ഒരു കറൻസി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് 3/5/2026. അത് ലിസ്റ്റ് ചെയ്യുന്നത് ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്ക് അത് ലിസ്റ്റ് ചെയ്യുന്നത് $0.015 എത്രയാണ്? $0.015. അതായത് 10,000 ടോക്കൺ അല്ലെങ്കിൽ 10,000 ആ കറൻസി വാങ്ങി വെക്കണമെങ്കിൽ അന്ന് $150 ആകെ ആവശ്യമുള്ളത്. ഡേറ്റ് എന്നാണ് 3/5/2026. അതായത് 2 മാസം ഏകദേശം 50 ദിവസത്തിന്റെ ഡ്യൂറേഷനിലാണ് ഞാൻ പറയുന്നത്. ആ കറൻസി അന്ന് 14,850 രൂപയ്ക്ക് ഹോൾഡ് ചെയ്ത ആൾക്ക് ഇന്നത്തെ അതിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ $1,900. അതായത് 1,88,100 രൂപയാണ് 50 ദിവസം കൊണ്ട് ഉണ്ടായ വാല്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇതൊരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തില് ക്രിപ്റ്റോനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, ക്രിപ്റ്റോനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനേ ഉള്ളൂ, അത് എംപവർ ആണ്. നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എംപവറിലേക്ക് ഐഡിയ അടിച്ചു വന്ന് ഈ ഓർഗനൈസേഷന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ ഒരു നഷ്ടമില്ലാത്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എംപവറിന്റെ ലക്ഷ്യം. മാത്രമല്ല എപ്പോഴും എംപവർ പറയാറുണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ സ്വപ്നം കാണുന്നുണ്ട്. അത് സത്യമാണ്. അതായത് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഒരാൾക്കും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ പല കറൻസിയെ കുറിച്ച് മനസ്സിലാക്കി തന്നിട്ടും നമ്മുടെ കറൻസിയുടെ വാല്യൂ മനസ്സിലാക്കി തന്നും ഈ കറൻസി ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ബിൽ എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ച് മാത്രമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് കറൻസികൾ എവിടെ ഉണ്ട്? ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിനകത്തുണ്ട്. അതിനകത്ത് ലാബ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ശ്രദ്ധയിൽപ്പെട്ട് 2025 അത് ലിസ്റ്റ് ചെയ്യുന്നത് 14/10/2025. അത് ലിസ്റ്റ് ചെയ്തത് $0.019. $0.019. ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ടോക്കണിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ടോക്കൺ വാങ്ങി ട്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ല. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറ് ബിറ്റ്കോയിനെ കുറിച്ചും എത്തേറിയത്തെ കുറിച്ചും മാത്രമാണ്. അപ്പൊ ആളുകളെ പ്രശ്നം എന്താണ്? ഈ ബിറ്റ്കോയിനും എത്തേറിയും നമുക്കറിയാം അത് ഹൈപ്പ് കോയിൻ അല്ലേ, നിങ്ങൾ അതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യണത്, മറ്റുള്ള കറൻസിയെ കുറിച്ച് പറയാത്തത് എന്ത് എന്നുള്ള ചോദ്യം ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ടും അത് നോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. 14/10/2025 ലാബ് എന്ന് പറയുന്ന ടോക്കൺ അല്ലെങ്കിൽ ആ കോയിൻ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് $0.019. അതായത് $190 ഉണ്ടെങ്കിൽ ഏകദേശം 18,810 INR ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം എന്ത് ചെയ്യാം, അത്യാവശ്യം ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്തുകൊണ്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റ് അത് ഏകദേശം ഒരു 10,000 കോയിൻ വാങ്ങണമെങ്കിൽ 18,810 രൂപയുള്ളൂ. ഇന്നത്തെ റേറ്റ് $6 ഡേറ്റ് എന്നാണ് 25/3/2000 ലാബ് 14/10/2025 14/10/2025 ഏകദേശം 7 മാസം മുന്നത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് 18,810 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റ് അതിൻ്റെത് 59,40,000 രൂപ.
59,40,000 രൂപ. അത്രത്തോളം വാല്യൂ ആയിട്ട് രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോക്കൻസ് മാറിയിട്ടുണ്ട്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടങ്ങളാണ്. നമ്മളെ മുന്നിൽ പ്ലാൻ പറയാൻ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ബിനാൻസ് പറയുന്ന പോലത്തെ എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ട് ചോദിക്കുക, ക്രിപ്റ്റോ എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ക്രിപ്റ്റോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്രിപ്റ്റോന്റെ വാല്യൂ എങ്ങനെയാണ്? ക്രിപ്റ്റോ എന്ന് പറയുന്ന ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്? അത് വലിയൊരു എന്താ പറയാ പഠനത്തിലേക്ക് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, നമുക്ക് സ്വപ്നം കാണുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. BSB എന്ന് പറയുന്ന 25/3/2026, അതായത് ഏകദേശം 50 ദിവസം മുന്നേ BSB എന്ന് പറയുന്ന പോയിന്റ് 25/3/2026 അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് $0.12 ഏകദേശം ഞാൻ കണക്കൂട്ടി ഒരു 10,000 പോയിന്റ് വേണമെങ്കിൽ 1,21,869 രൂപ വേണം. അത് 50 ദിവസം കഴിഞ്ഞപ്പോൾ 4,40,45,500 രൂപയായി. 50 ദിവസത്തെ മാറ്റം. ഞാൻ ചോദിക്കുന്നത്, ഈ BSB എന്ന് പറയുന്ന ടോക്കനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല. പക്ഷെ വെറുതെ ബിനാൻസിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കോയിനാണ്. എത്തേറിയം എന്ന് പറയുന്ന കറൻസി മാർക്കറ്റിലേക്ക് വരും. നമ്മൾ BTCയെ കുറിച്ച് പറയും, മറ്റുള്ള കറൻസിയെ കുറിച്ച് പറയും. എത്തേറിയം എന്ന് പറയുന്നത് 2017 17/8/2017 എത്തേറിയം വരുന്നത് $144. അത് 13/12/2018 ആയപ്പോ $81 ആയിട്ട് താഴെ പോയി. 19/3/2020 അത് വന്നപ്പോ 2017 $144 ലിസ്റ്റ് ചെയ്ത് പോയി. 2020 ആയപ്പോൾ അത് എന്തായി, $86 ആയിട്ട് കുറഞ്ഞു. ഞാൻ പറഞ്ഞ ട്രേഡിങ്ങിനെ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവിടെ നഷ്ടവും ലാഭവും ഉണ്ട്. $144 2017 ലിസ്റ്റ് ചെയ്യപ്പെട്ട കോയിന് 2020 ആയപ്പോ $86 ആയി. ഞാൻ ചോദിക്കുന്നത്, 3 കൊല്ലം കഴിഞ്ഞപ്പോ പകുതിയിലേക്ക് പോയപ്പോൾ ആളുകൾ പാനിക്കായിട്ടുണ്ടാവും. ഒരിക്കലും ഇല്ല. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ തയ്യാറായി. പിന്നീട് അത് 2023 4 ലക്ഷം രൂപയിലേക്കും 2025 ഏകദേശം നിൽക്കുന്ന സമയത്ത് 2.5 ലക്ഷം രൂപയിലേക്കും വാല്യൂയിലേക്ക് ആ സാധനം മാറി. അതായത് $2,400-2,500 അത് മാറി. സൊലാനോ എന്ന് പറയുന്ന കറൻസി ഉണ്ട്. 11/8/2020 അത് ലിസ്റ്റ് ചെയ്യുന്നത്. 11/8/2020 എത്ര രൂപക്കാ ലിസ്റ്റ് ചെയ്തെന്നത്? സൊലാനോ ലിസ്റ്റ് ചെയ്യുന്നത് $2.5. അതായത് ഏകദേശം 200 രൂപക്കുള്ളിൽ ആ സാധനം ലിസ്റ്റ് ചെയ്തിട്ട് 2026 ആയപ്പോൾ ഇന്നത്തെ അതിന്റെ റേറ്റ് $91.22 ആണ്. മനസ്സിലാക്കേണ്ടത്, വെറും 5 കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റം. അതായത് 2,47,500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 5 വർഷത്തെ മാറ്റം എത്രയെന്ന് ചോദിച്ചാൽ 90,30,780 രൂപയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് എത്തിയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് $0.1 $0.015 ലിസ്റ്റ് ചെയ്ത ഒരു കറൻസിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ടോക്കൻ 0.25 0.15 ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടോക്കന്റെ വാല്യൂ ഈ ചെറിയ ഷോർട്ട് ടൈമിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻസികൾക്ക് ഞാൻ ചോദിക്കുന്നത് വലിയ രീതിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റും വലിയ രീതിയിലേക്കുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടോക്കനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ടോക്കൻ ഏൺ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏകദേശം 3 ലക്ഷത്തിന് മുകളിലേക്കുള്ള ടോക്കൻ എനിക്ക് ഏൺ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത്, 3 ലക്ഷം ടോക്കൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ $1 പോയി കഴിഞ്ഞാൽ 3 കോടി രൂപയിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. അത് $10 പോകുമ്പോൾ 30 കോടി. ഞാൻ പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഏത് സ്റ്റേജിലും ഏത് വേദിയിലും എപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്വപ്നം കാണുന്നത് 500 കോടിയാണ്, 1000 കോടിയാണ്. ഞാൻ പറയുന്നത് കിട്ടുന്ന ഒരു മേഖലയെ കുറിച്ച്, കിട്ടുന്ന മേഖലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് സ്വപ്നം കണ്ടുകൂടാ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് വാരി പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ക്രിപ്റ്റോ എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. ഇതൊക്കെ വാങ്ങണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഫണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റണം. അതിന് അവസരം കോയിൻ ഫോർജിലുണ്ട്. റഫറിൽ വെക്കുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് വരുമാനങ്ങൾ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ എംപവർ നിങ്ങൾക്ക് പഠിപ്പിക്കും. ഏതൊക്കെ കറൻസി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്,
ഏതൊക്കെ കറൻസി ഏതൊക്കെ ഡേറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ കറൻസിയുടെ വാല്യൂ ഇപ്പൊ ഏതൊക്കെ ഉണ്ട്, ഇനി നിയറസ്റ്റ് വളരെ തൊട്ടടുത്ത സമയത്ത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കറൻസികളുടെ പേര് പറയും, തൊട്ടടുത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കറൻസികളുടെ പേര് പറയും. ഇതിലൊക്കെ ചെറുതായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഹോൾഡ് ചെയ്ത് അതിലും ഏണിങ്സ് എടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് എംപവർ എന്ന് പറയുന്ന അക്കാദമിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ. ഇതിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ സാമ്പത്തികമായിട്ട് സെറ്റായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കുറച്ച് പൈസ ഇട്ടുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് തോന്നുള്ളൂ. ഇതിനുള്ള അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് റഫറൽ വെക്കുന്നില്ല, എന്തുകൊണ്ട് ടീമുകൾ അപ്ഡേഷൻ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഭാഗമായി വന്നിട്ട് ഈ എത്ര മാസം കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് നിങ്ങളെ എന്താ പറയാ നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ബോർഡ് ഫാസ്റ്റ് ട്രാക്ക് മെമ്പർമാരെയും കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഡ്രീം ഉണ്ടാക്കിക്കൊണ്ട് അതിനൊരു ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ട്. കൃത്യമായിട്ടും നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ട്. കൃത്യമായിട്ടും ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സിനെ 4 ബോർഡാക്കി മാറ്റിയിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ അത്രത്തോളം അടിത്തട്ടിൽ എത്തണം എന്ന് കരുതിയിട്ടാണ്. ഓരോ സ്ഥലത്തും ഇപ്പോ നാളെയും മറ്റൊന്നൊക്കെ കണ്ണൂര് ലിബീഷേട്ടനും അനസും ഒക്കെ അടക്കമുള്ള ആളുകൾ, അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് 2 ദിവസം നേരത്തെ അസീം ടീം, വിഷ്ണു സാറും ടീമൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഓരോ ഭാഗത്തും തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ രവീന്ദ്ര സാറും ടീമുണ്ട്, നജുമത്ത് ഉണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലേക്കും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എല്ലാ നാനാഭാഗത്തും ഫാസ്റ്റ് ട്രാക്കും അതിന് കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് അടക്കമുള്ള ആളുകൾ മാർക്കറ്റിലുണ്ട്. ആ സഹായങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. നമ്മൾ ഈ വലിയ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് വലിയൊരു ലോകത്തേക്ക് എത്തിയിട്ട് എന്തുകൊണ്ട് ഇതിലേക്കൊന്നും അല്ലെങ്കിൽ ഈ നമ്മുടെ ടോക്കനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോനെ കുറിച്ചോ എത്രത്തോളം മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഈ റഫറൽ കമ്മീഷനും ഈ ടോക്കൺ റിവാർഡും മാത്രം എന്താ പറയാ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ടീമിനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും കോയിൻ ഫോർജ് അല്ലെങ്കിൽ എംപവർ എന്നും പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ. പക്ഷെ ക്രിപ്റ്റോ കറൻസി ഇന്ന് 90% ആളുകൾ കേട്ട അവസ്ഥയിലേക്ക് എത്തിക്കണം. കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും കേട്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ്. പക്ഷെ ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഞാൻ പറയും കേരളത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു അക്കാദമിയാണ്. കാരണം കേരളത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു അക്കാദമി ഏകദേശം 6 വർഷത്തോളം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 6 വർഷവും ഈ പറയുന്ന 1400-1500 ദിവസത്തോളം അടുക്കുന്ന മോർണിംഗ് സൂമിൽ ഒരു തവണയെങ്കിലും കയറി വരുന്ന ഓരോരുത്തരും ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു വാക്യെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് എംപവർ എന്ന് പറയുന്ന ഒരു അക്കാദമിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട ഓരോ ആളുകളും കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 2, 3, 4 ക്രിപ്റ്റോ കറൻസി എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിരുന്നു എന്ന് ആ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ ഒരൊറ്റ അവർക്ക് അടിക്കുന്ന ഒരു കുറ്റബോധം ഉണ്ട്. അല്ലെങ്കിൽ അവരെ മൈൻഡിലേക്ക് കേൾക്കുന്ന ഒരു എന്താ പറയാ എത്തിപ്പെട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു നഷ്ടബോധം ഉണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ കഴിയും, പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഈ ലിസ്റ്റ് ചെയ്ത ടോക്കൺ ഒന്നും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഇതുവരെ ഈ വളർച്ചയിലേക്ക് എത്തിയ ടോക്കൺ ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ടെൻഷനും അടിക്കണ്ട. എംപവറിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കോയിൻ ഫോർജിന്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് 1 വർഷം മതി, അല്ലെങ്കിൽ 2 വർഷം മതി. അതിനുള്ളിൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാം. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക എന്ന് വളരെ ഹാപ്പിയോടെ വളരെ വിശ്വാസത്തോടു കൂടെ നിങ്ങളെ കണ്ണിൽ വേണം ആ ട്രസ്റ്റ്. അവരുടെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം 100% എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് എന്ന് പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് കപ്പാസിറ്റി ഉള്ള ഓരോരുത്തരുമാണ് എംപവറിന്റെ കൂടെ ഉള്ളത് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനുവേണ്ടി ഇനി എംപവറിന്റെ ട്രസ്റ്റ് അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ ട്രസ്റ്റ്, ഇതിലേക്ക് വരുന്ന ആളുകളുടെ വിശ്വാസം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എംപവർ ഓരോ പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ഇവന്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ RTP പോലെ LTP പോലെ വർക്ക്ഷോപ്പുകൾ പോലെ നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള എഡ്യൂക്കേഷൻ തരാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്.
3 വർഷമായി 2023 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 കോയമ്പത്തൂർ ഇതേപോലെ ഒരു മെഗാ പ്രോഗ്രാം നടത്തിയത്. പക്ഷെ ആ മെഗാ പ്രോഗ്രാമിലേക്ക് ഏകദേശം 800 ആളുകളാണ് പങ്കെടുത്തേക്ക്. 3 വർഷം കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഏകദേശം 1500 ആളെ പങ്കെടുപ്പിക്കണമെന്നാണ് എംപവർ ആഗ്രഹിച്ചെങ്കിൽ അത് 2000-ലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് ആ പ്രോഗ്രാം മാറുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് പറയാനുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ടീം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ലീഡേഴ്സും 20, 25, 30 ടിക്കറ്റ് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ 50 ടിക്കറ്റ് ചോദിച്ചപ്പോൾ അത് മാത്രം മതി എന്ന് ആ ലീഡർമാർ തീരുമാനിച്ചപ്പോൾ ആ ലീഡേഴ്സിന്റെ ടീം പറയുന്നു അത് പോരാ, ഞങ്ങൾക്ക് ഇനിയും വേണം ടിക്കറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട് പല ലീഡേഴ്സും ചിന്തിച്ചതിനപ്പുറത്ത് ഞങ്ങൾക്ക് കൂടുതൽ ടിക്കറ്റ് വേണം എന്നുള്ള രീതിയിലേക്ക് ടീം പറഞ്ഞുകൊണ്ട് ടീമിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ടീമിനെയും കൊണ്ടുപോകാൻ വരുന്ന റൂട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ റൂട്ട് മാപ്പ് വരച്ചുകൊണ്ട് അതിലേക്ക് ആ ബസ്സിലേക്ക് കയറുന്ന രീതിയിലേക്ക് ആ ബസ്സിൽ കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇന്നലെ സൂം വെച്ചുകൊണ്ട് അസീംകയും ബിബീഷേട്ടനും ഫിറോസ് അടക്കമുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് അത് കൃത്യമായിട്ട് അത് മാപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കേരളത്തിൽ എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയാൻ ഒരു മടിയുണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയാം. പക്ഷെ കേരളത്തില് എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയും, ഇന്ന് വരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ഓർഗനൈസേഷനും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക്, ഒരു ഓർഗനൈസേഷനും കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പണം ഒരു വിഷയമല്ല, ആ പണം കോംപ്രമൈസ് ചെയ്യാൻ എംപവർ തയ്യാറാണ് എന്നുള്ളതിന്റെ അല്ലെങ്കിൽ എംപവറിന്റെ ലീഡേഴ്സ് തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഓരോ വ്യക്തികൾക്കും ഓരോ ടീമിനും വരാനുള്ള ബസ് അടക്കം തയ്യാറാക്കിക്കൊണ്ട് ആ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചവരെ അവിടെ എത്തിക്കുന്ന രീതിയിലേക്ക് ആ തീരുമാനം എംപവർ എടുത്തിട്ടുള്ളത്. ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ ടീമിനും വലിയ രീതിയിലേക്കുള്ള വരുമാനങ്ങളും വലിയ രീതിയിലേക്കുള്ള അച്ചീവ്മെന്റുകളൊക്കെ എത്തിച്ചുകൊണ്ട് അവരെ ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ച് ആ പ്രോഗ്രാമിൽ അവരുടെ വീഡിയോ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടെ വീഡിയോഗ്രാഫർ അടക്കമുള്ള ആളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ പോകുന്ന ഓരോ വാഹനങ്ങളും അവിടെ വെച്ചിട്ട് ആ വാഹനം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ വാഹനം നിങ്ങളെ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ആ ലീഡേഴ്സിനെ കൊണ്ട് ആ വാഹനം പുറത്തിറക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ലൈഫിൽ ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. ലൈഫിൽ പല സമയത്തും പല അച്ചീവ്മെന്റുകളും എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എടുത്തിട്ടുള്ള അച്ചീവ്മെന്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഏത് വേദിയിൽ വെച്ചിട്ടെടുത്തു, എവിടെ വെച്ചിട്ടെടുത്തു, അതൊക്കെ ശരിക്കൊരു പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറും. നമ്മളെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1500 1800 ആളുകൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഗസ്റ്റും കാണുന്നത് ആ ഗസ്റ്റ് കൂടാണ്ട് 1499 പേരെയാണ്, അല്ലെങ്കിൽ 1699 പേരെയാണ്, അല്ലെങ്കിൽ 1599 പേരെയാണ്. ഞാൻ പറയുന്നത് ഇത്രത്തോളം വലിയ ഒരു ക്രൗഡിനെ കാണുകയും അവിടെ വന്നിട്ടുള്ള പല വീട്ടമ്മമാരടക്കമുള്ള പല സാധാരണക്കാരടക്കമുള്ള ആളുകൾ 25 ലക്ഷവും 10 ലക്ഷവും 30 ലക്ഷവും ഒക്കെ അടിച്ചിട്ട് അതിന്റെ മൊമെന്റോ വാങ്ങിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരുടെ റിയൽ ലൈഫിനെ കുറിച്ചിട്ട് അവരോടൊന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഒരു 2 വർഷം ബാക്കിൽ എന്തായിരുന്നു അല്ലെങ്കിൽ 1.5 വർഷം ബാക്ക് എന്തായിരുന്നു ചിന്തിക്കുമ്പോൾ പട്ടിണി പാവങ്ങളെ ഭാഗത്തുനിന്ന് വന്നിട്ട് പോലും ഇന്ന് ഞാൻ വളരെ ഹാപ്പിയായ ലൈഫിലേക്ക് മാറി എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 100 കണക്കിനുണ്ട് ലീഡേഴ്സിന് എന്നുള്ളതാണ് അവിടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മീറ്റിങ്ങുകളും കയറുന്ന സമയത്ത് ഇപ്പൊ കൂടുതൽ സ്ത്രീകളെയാണ് കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് Coin4G എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ പ്രോഗ്രാം ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. കാരണം ടെക്നോളജി അത്രത്തോളം വളർന്നതിന്റെ പേരിൽ തന്നെയാണ് Coin4G എന്ന് പറയുന്ന പ്രൊജക്ട് ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ഞാൻ ഏതൊരു മീറ്റിംഗിലും പറയാറുള്ളതാണ്, കാരണം ടെക്നോളജിയുടെ വളർച്ചക്കനുസരിച്ച് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഏർണിങ്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാ, യൂസുഫ് അലിഖാന്റെ ഉദാഹരണം പറയാറ് അല്ലെ. ഒരു ഫോണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു 5 ലക്ഷം ഫോൺ മാർക്കറ്റ് വിൽക്കണമെങ്കിൽ 25 ലക്ഷം 30 ലക്ഷം ഫോൺ ഇറക്കി ഡിസ്പ്ലേ വെച്ചുകൊണ്ട് പല ഷോപ്പുകളിലും ഷോപ്പുകളിലും വെച്ചിട്ട് വിൽക്കണമെങ്കിൽ ഇന്ന് ആ ടെക്നോളജിയുടെ വളർച്ച തന്നെയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ആപ്പുകൾ. ഒരു ഫോട്ടോ വെച്ചിട്ട് ലക്ഷക്കണക്കിന് എന്താ പറയാ മൊബൈലുകൾ വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും കോടിക്കണക്കിന് രൂപയുടെ ഏർണിങ്സും എടുക്കുന്ന കമ്പനികളായിട്ട് മാറി. ലോകത്ത് 2017 തോന്നുന്നത്
സോറി 2007-2008 കാലഘട്ടങ്ങളിലാണ് ഈ എന്താ പറയാ എക്സ്ചേഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തത്, ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തത്. 2008, 2009, 2010 വരുന്ന സമയത്താണ് പുതിയ പുതിയ എക്സ്ചേഞ്ചുകൾ വരുന്നത്. ഇന്ന് ലോകത്തെ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ എക്സ്ചേഞ്ചിന്റെ ഓണർഷിപ്പ് ഉള്ള ആളുകളാണ് ആ ലിസ്റ്റിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? അത്രക്കധികം ട്രാൻസാക്ഷൻ നടക്കുന്ന എക്സ്ചേഞ്ചുകളായി മാറി എന്നുള്ളതാണ്. ഫിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലൊക്കെ ട്രാൻസാക്ഷനുകൾ നോക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ്. കോടിക്കണക്കിന് ഡോളറുകൾ ഡെയിലി വരുമാനമായി കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു ഓരോ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ടും. നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ ഫീ ആണ് വാങ്ങണമെങ്കിലും ഒരു ദിവസം ഒരു വ്യക്തി തന്നെ 10ഉം 25ഉം ട്രാൻസാക്ഷൻ നടത്തുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് ക്രിപ്റ്റോനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംശയമുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് 10 കോടി ജനങ്ങളോളം ക്രിപ്റ്റോ റിലേറ്റഡ് ആണ് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ആണെങ്കിലും സ്റ്റോക്കിംഗ് ആണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള ആളുകളാണ്. അപ്പോ ഇന്ത്യയിലുള്ള ആളുകൾ എന്താണ് ഇത്രത്തോളം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിലുള്ള ആളുകൾക്ക് കഠിനാധ്വാനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും മനസ്സിലാക്കുന്നത് അത് ടെക്നോളജിയുടെ കൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അറിവുകൾ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിപ്റ്റോനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കനുകൾ ഏൺ ചെയ്യാനുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ഒരു വലിയ വലിയ ലോകത്തേക്ക് നമുക്ക് കാൽവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു എന്താ പറയാ അവരുടെ ഗ്രൂപ്പിൽ, ഈ മെയിൻ ഗ്രൂപ്പിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. 2 ദിവസം നേരത്തെയാണ് തോന്നുന്നു തെർസി ഒരു കാര്യം പറഞ്ഞു. അവരുടെ 10ാം ക്ലാസ്സിലെ പുസ്തകം അവരുടെ കുട്ടിക്ക് വാങ്ങിയപ്പോൾ അതിനകത്ത് ടെക്നോളജിയെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്ന ഒരു പുസ്തകം കൂടെ ഉണ്ട് എന്ന് ഞാൻ 2 മാസം മുന്നേ പറഞ്ഞിരുന്നു. 10ാം ക്ലാസ്സിലെ പുസ്തകം ഇനി ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സെഷൻ എടുക്കാൻ പോകുന്ന അതിനെ പ്രത്യേകമാക്കിയ രീതിയിലേക്ക് ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 കൊല്ലം മുന്നേ ഇത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എംപവർ. കേരളത്തിലുള്ള ഒരാൾക്കും ബ്ലോക്ക് ചെയിനെ കുറിച്ചോ ഡീസെൻട്രലൈസേഷനെ കുറിച്ചോ അതല്ലെങ്കിൽ ക്രിപ്റ്റോനെ കുറിച്ചോ എക്സ്ചേഞ്ചുകളെ കുറിച്ചോ അറിയാത്ത ഒരാൾ ഉണ്ടാകരുത്. ഇന്നേക്ക് ഡേറ്റ് നോക്കുന്ന സമയത്ത് 60,000-ത്തിലധികമുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയെ നയിച്ചിട്ടുള്ള ഒരു ടീമാണ് എംപവർ. എംപവർ എന്ന് പറയുന്ന ടീമിനകത്ത് 60,000-ത്തിലധികം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് ചെയിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ചെറിയ രീതിയിലേക്ക്. അവർ സ്മാർട്ട് കോൺട്രാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ചെറിയ രീതിയിലേക്ക്. അവർ ക്രിപ്റ്റോനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ചെറിയ രീതിയിലേക്ക്. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ വ്യക്തികളും നാളുകളിൽ കാശുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് എംപവറിൽ ഇല്ലാതും അവർ ക്രിപ്റ്റോ മേഖലയിൽ നിന്നൊക്കെ കാശുകൾ വാരിക്കൂട്ടുന്ന സമയത്ത് പല ആളുകളുടെയും കോളുകൾ വരാറുണ്ട്, പല ആളുകളും സംസാരിക്കാറുണ്ട്. സാറേ, എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ ഒരു നഷ്ടവും ഇല്ല. ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആ മേഖലയിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. ആ അക്കാദമിയുടെ കൂടെ നിന്നതിന്റെ പേരിൽ പറ്റിയിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ചിട്ട് പറ്റിയിട്ടുണ്ട്. എന്താണ് ക്രിപ്റ്റോ എന്ന്, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്, എന്താണ് ബ്ലോക്ക് ചെയിൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തയ്യാറായപ്പോൾ വലിയ രീതിയിലേക്കുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ ഇന്ന് കോയിൻ ഫോർജിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും കാശുണ്ടാക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം എംപവറിന്റെ കൂടെ കൂടിയപ്പോൾ കിട്ടിയിട്ടുണ്ട് സാറേ. ഇതാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത്, ഞങ്ങളുടെ കൂട്ടത്തിന്റെ ഉറപ്പ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വന്നിട്ടുള്ള കൂട്ടമായിട്ടുള്ള ആളുകളുടെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പേരിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് റെഫറൽ വെക്കാൻ സമയമെടുത്തെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ ടീമിനെ കൊണ്ടുവരാൻ സമയമെടുത്തെങ്കിലും ഉദ്ദേശിച്ചത്ര ടോക്കൺ റിവാർഡായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നഷ്ടങ്ങളില്ല എന്ന് അല്ലെങ്കിൽ അറിവിന്റെ ഭാഗത്തുനിന്ന് നഷ്ടമില്ല എന്നൊരു ഉറപ്പുണ്ട്. ആ രീതിയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു വലിയ ലോകം തന്നെയാണ്, വലിയൊരു റെവല്യൂഷൻ ആണ്. സൃഷ്ടിക്കാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ രീതിയിലേക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. നമ്മള്
സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകളെ അവസാനം വരെ കൈപിടിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു, എംപവറിന്റെ ഓരോ ലീഡേഴ്സും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോളജുകൾ തന്നുകൊണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ വരുമാനങ്ങൾ വാങ്ങുന്ന, വെറുതെ അല്ല 2026-ലും 2027-ലും കോടീശ്വരന്മാരെ സൃഷ്ടിക്കുമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് Coin4j എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ടോക്കൺ ഒന്ന് ലിസ്റ്റിംഗിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഏർണിങ്സുകൾ ഉണ്ടാക്കുന്ന ആളുകളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഒരിക്കലും ഒരു ടോക്കൺ വളരെ സിമ്പിൾ ആയി കൊണ്ടുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അതിനെ ആ കറൻസിയെ മാർക്കറ്റിൽ എത്രത്തോളം ഹൈപ്പാക്കണം, എത്രത്തോളം വലിയ രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് അതിന്റെ ഡെവലപ്പേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടാവും. അവരുടെ ആഗ്രഹം തന്നെ ഞങ്ങൾ ഇറക്കുന്ന, അത് ഓരോ ടോക്കൺ ഇറക്കുന്ന ആളുകളും ചിന്തിക്കുന്നത്, ഞങ്ങൾ ഇറക്കുന്ന ടോക്കൺ വലിയ രീതിയിലേക്ക് ഹൈപ്പായിക്കൊണ്ട് നാളെ ഇതിനെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരു വലിയ കൂട്ടത്തെ സൃഷ്ടിക്കണമെന്ന് തന്നെയാണ് എല്ലാ ക്രിപ്റ്റോ കറൻസി ഇറക്കുന്ന ആളുകളും ചിന്തിക്കുന്നത്. നിർഭാഗ്യവശാൽ പല ക്രിപ്റ്റോ കറൻസികൾക്കും കമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് രക്ഷപ്പെട്ടിട്ടുള്ള കറൻസിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഫ്ലോപ്പായ കറൻസികളെ ലിസ്റ്റ് ഞാൻ നെക്സ്റ്റ് വരാൻ പോകുന്ന അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരുപാട് കറൻസികൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എന്തിന്റെ പേരിലാ വെച്ചാൽ പ്രൊജക്റ്റുകളും ഇല്ല, കമ്മ്യൂണിറ്റിയും ഇല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോക്കൺക്ക് വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വലിയ രീതിയിലേക്ക്, ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻകം പ്ലാൻ തന്നിട്ടുള്ളത്. ഈ പ്ലാനൊക്കെ പറയുമ്പോൾ ആളുകൾ എപ്പോഴും സംശയിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഇത്ര അധികം പൈസ എന്ന്. ഇത് കൃത്യമായിട്ട് ഇതിന്റെ പ്ലാൻ പഠിച്ചവർക്ക് അറിയാം. എവിടുന്നും അല്ല അതിന്റെ പൈസ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ടോക്കൺ പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കോൺട്രാക്ടിന്റെ പൈസയാണ്, അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ ഡോളറാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിട്ട് വലിയൊരു ഇൻകം പ്ലാൻ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലേക്ക് ഫാസ്റ്റ് ആയിട്ട് വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ടോക്കന്റെ വാല്യൂ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇപ്പൊ ബിൽ എന്ന് പറയുന്ന കോയിനും ലാബ് എന്ന് പറയുന്ന കോയിനും BSB എന്ന് പറയുന്ന കോയിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ആ കോയിനൊക്കെ ഏറ്റവും കൂടുതൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാങ്ങലും വിൽക്കലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിനകത്ത് കമ്മ്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു പ്രൊജക്റ്റ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കണ്ടില്ല. പക്ഷെ ഒരു പ്രൊജക്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന പല കറൻസികളും പല രീതിയിലും വലിയ രീതിയിലേക്ക് ഹൈപ്പായി പോകും. പക്ഷെ പല കറൻസികളും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയാം, മാറ്റിക് എന്ന് പറയുന്ന കറൻസി, പോൾ എന്ന് പറയുന്ന എഴുതി വെച്ചിട്ടുള്ള കറൻസി, അത് നമുക്കറിയാം മറ്റേ പോളിഗൺ ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ആ കറൻസി ഏകദേശം $2.5 മേലെ വാല്യൂ ഉണ്ടായിരുന്ന കറൻസി ഇന്ന് $0.1 നിൽക്കുന്നത്. അവിടെ പ്രൊജക്ട് മാത്രം ഉണ്ടായതിന്റെ പേരിൽ കറൻസി വളർന്നോളന്നില്ല. അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും. പക്ഷെ എത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ട് എത്തേറിയം വലിയ രീതിയിലേക്ക് ഹൈപ്പായി പോയി. BNB എന്ന് പറയുന്ന കറൻസിയോ, BNB എന്ന് പറയുന്ന കറൻസിക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഫിനാൻസ് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്ന ഓരോ സർവീസിനും അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. BNBക്ക് BEP20 എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതിന് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ട് അത് വലിയ രീതിയിലേക്ക് ഹൈപ്പായി പോയി. BTC എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള ട്രസ്റ്റ് ആണ്. BTC എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു കറൻസി എന്നുള്ള ട്രസ്റ്റ് ആണ്. BTC എന്ന് പറയുന്നത് ഡിമാൻഡിങ് സപ്ലൈ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്തും വലിയ രീതിയിലേക്കുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് $65,000 കഴിഞ്ഞ മാസത്തിനുണ്ടായിരുന്ന സാധനം ഏകദേശം $80,000 കടന്നു. മനസ്സിലാക്കേണ്ടത്, ഒരു മാസം കൊണ്ടൊക്കെ ഒരു കറൻസി $15,000 എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപയുടെ ഡിഫറൻറ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത്, ഏത് മേഖലയിലാണ് ഒരു മാസം കൊണ്ട് 15 ലക്ഷം രൂപയുടെ വർധനവ് കാണിച്ചിട്ടുള്ള ഒരു മേഖല കാണിക്കാൻ കഴിയുക? ഏകദേശം 1,90,000 രൂപ ഉണ്ടായിരുന്ന എത്തേറിയത്തിന്റെ റേറ്റ് 2.5 ലക്ഷം രൂപയാണ്. 60,000 രൂപയാണ്. ഏകദേശം 20 ദിവസത്തിന്റെ മാറ്റം. ഏത് മേഖലയിലാണ് ഉള്ളത്? ഒരു ഭൂമിയിലും ഒരു റിയൽ എസ്റ്റേറ്റിൽ പോയാൽ പോലും ഇത്ര വലിയ മാറ്റം കാണട്ടെ. കാരണം നമ്മളിന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കാണിക്കുന്ന ഒരു മേഖല റിയൽ എസ്റ്റേറ്റ് ആണ്. അതിൽ പോലും ഇത്രയും വലിയ മാറ്റം ഇല്ല. കൂടാതെ ഗോൾഡ് പരിശോധിക്കുക, എത്ര ഹൈപ്പിലാണ് ഗോൾഡ് പോയത്. 90,000 1.5 ലക്ഷത്തിലും 1.25
പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും BTC അല്ലെങ്കിൽ ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതുപോലെ വളരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറ അത്രത്തോളം വളരുന്ന ഒരു ലോകത്ത് നമ്മൾ ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മളെ ടീമിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് ട്രസ്റ്റ് കൊടുത്ത് ടീമിനെ കൂടെ നിർത്താൻ പറ്റാത്തത് നിങ്ങൾ ചിന്തിച്ചാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടില്ല. പഠിക്കാൻ തയ്യാറാവണമെങ്കിൽ എംപവർ നടത്തുന്ന ഓരോ പ്രോഗ്രാമും വിടാതെ നിങ്ങൾ കൃത്യമായിട്ട് കയറണം. എംപവറിന്റെ ഓരോ സൂമുകളും, അത് മോർണിംഗ് സൂം ആയാലും ഈവനിങ് സൂം ആയാലും വർക്ക്ഷോപ്പുകളായാലും എന്താ പറയാ വേറെ എന്തെങ്കിലും സെലിബ്രേഷൻ പ്രോഗ്രാം ആയാലും ഒരു പ്രോഗ്രാമും വിടാതെ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചോറ്, ഇതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്, ഇതാണ് നമ്മുടെ ജീവൻ, ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ ഡ്രീം, ഇത് തന്നെയാണ്, ഇതിലൂടെ മാത്രമാണ് നമ്മുടെ വിജയം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന് നിങ്ങളെ വലിയ രീതിയിലേക്ക് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ, നിങ്ങളെ വലിയ രീതിയിലേക്ക് നിങ്ങളെ ഡ്രീമുകൾ സെറ്റാക്കാൻ, വലിയ രീതിയിലേക്ക് നിങ്ങളെ ടീമിനെ സെറ്റാക്കാൻ എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. എംപവർ നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും വലിയ രീതിയിലേക്ക് വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് അതിന്റെ ഓർഗനൈസേഷൻ തയ്യാറാണെന്നും എന്ത് നഷ്ടം വന്നാലും ആ നഷ്ടത്തെ വിടാത്ത രീതിയിൽ ഒരു രൂപ പോലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ കൂടെ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെ നിർത്തിക്കൊണ്ട് നിങ്ങളെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ കപ്പാസിറ്റി ഉണ്ടാക്കുന്ന, വലിയ രീതിയിലേക്ക് മാറ്റം ഉണ്ടാക്കുന്ന ഒരു പടയെ നയിക്കുന്ന രീതിയിലേക്ക് കൂടെ നിൽക്കുന്ന കോടീശ്വരന്മാരെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, ലക്ഷപ്രഭുക്കളെ പറയുന്ന പോലെ 2027, 26, 28 എംപവറിന്റെ വർഷമായിരിക്കും. ഇനി വരാൻ പോകുന്ന സെലിബ്രേഷൻ പ്രോഗ്രാം, ഈ 21-ാം തീയതി പ്രോഗ്രാം 1500 ആളുകളുടെ പ്രോഗ്രാം ആണെങ്കിൽ അടുത്ത വർഷത്തെ പ്രോഗ്രാം 3000-ഉം 5000-ഉം ഉള്ള വലിയ കൗണ്ടുള്ള പ്രോഗ്രാം ആയിട്ട് കേരളത്തിലെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് ഒരു ഓർഗനൈസേഷൻ മാറുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഒറ്റ പേരേ ഉണ്ടാവുള്ളൂ, അത് എംപവർ എന്ന് പറയുന്ന നമ്മളടക്കമുള്ള ഓരോരുത്തരുമുള്ള ഈ വലിയൊരു കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്ന, സൃഷ്ടിക്കുന്ന, വലിയൊരു ടീം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.